അയലത്തുകാർക്കും ബന്ധുക്കാർക്കും കൊടുത്ത് ബാക്കിയുള്ള മാങ്ങ കൊണ്ട് കണ്ണും തള്ളിയിരുന്ന അമ്മ എന്നോട് ചോദിച്ചു, ഈ മാങ്ങയെല്ലാം കൂടെ എന്ത് ചെയ്യും മാളും. പിന്നെ അമ്മ എന്നോട് സജഷൻ പറഞ്ഞു, നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി വെക്കാം. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, യൂട്യൂബ് അമ്മായി ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നോക്കി നല്ല എളുപ്പമുള്ള റെസിപ്പി നോക്കി ഞാൻ ഉണ്ടാക്കി കേട്ടോ. മാങ്ങയുടെ തൊലിയൊക്കെ പൊളിച്ച് വെള്ളമിട്ട്, അതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ 2 കഷ്ണം പച്ചമുളക് ഇട്ട്, പിന്നെ തിളവന്നപ്പോൾ ഉള്ള തുള്ളലാട്ടോ നിങ്ങൾ ആ കണ്ടത്. അത് പോട്ടെ. പച്ചമുളക് ഇട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ആ മാങ്ങ നന്നായിട്ട് വേകാനായിട്ട് വെച്ചു. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ വെണ്ണ പോലെ അരയ്ക്കണമെന്നാണ് പറയുന്നത്. അതൊക്കെ അമ്മയാണ് ചെയ്തു തന്നത് കേട്ടോ. ഇതെന്തൊക്കെ ഞാൻ ഇട്ടെന്ന് വെച്ചാൽ, സാധാരണ പുളിശ്ശേരി വെക്കുന്ന സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങയും മുളക് പൊടി ഇച്ചിരി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ തൈരും അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്ത് അതിലോട്ട് ഒഴിച്ചു കേട്ടോ. അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഇവിടെ ഓൾറെഡി ഞങ്ങൾ കുറച്ച് ഉപ്പിൻ്റെ ആൾക്കാരാണ്, കാരണം BP ഡസ്കിൽ ഉള്ളതുകൊണ്ട്. പിന്നെ അതൊന്ന് തിളച്ചൊരു പരുവമായി പച്ച മണവും രുചിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ കുടുവിനെ വിളിച്ചു. എൻ്റെ ടെസ്റ്റർ കണ്ണപ്പനാണത്. ഞാൻ എന്തുണ്ടാക്കലും എൻ്റെ കുടുവിനെക്കൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അവൻ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും, കാരണം അവൻ എന്ത് കഴിച്ചിട്ടാണെങ്കിലും അവൻ ഉപ്പ് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലും ഒക്കെ എന്നോട് പറയും. അപ്പം അവൻ കഴിച്ചു നോക്കി ഓക്കെ പറഞ്ഞാൽ ഞാനും ഡബിൾ ഓക്കെ. പിന്നെ കടുക് താളിച്ചു. ഉള്ളിയും കടുകും ഒക്കെ ഇട്ട്, മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട്. ഇതിപ്പം ഞാൻ പച്ച വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഗീ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ല രുചി കിട്ടുമതാണ്. ഞാൻ ഓൾറെഡി മറന്നുപോയി ഗീ യൂസ് ചെയ്യാനായിട്ട്. ഇത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്ന് വറ ചേർത്ത് മാറ്റി വെക്കുക. ഇതാണ് മാമ്പഴപ്പുളിശ്ശേരി. ഏറ്റവും എളുപ്പം, എൻ്റെ കണ്ണിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു മാമ്പഴപ്പുളിശ്ശേരിയാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ, സാധാരണ ഇവിടെ എന്നും മീൻ കാണുന്നതാണ്. വല്ലപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മീൻ കാണത്തില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ മാമ്പഴപ്പുളിശ്ശേരി അമ്മ ഒരിത് സജഷൻ പറഞ്ഞതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി അങ്ങാക്കി. ഇവിടെ ഉള്ളവർക്ക് മധുരമുള്ള കറികളോട് വലിയ താല്പര്യവുമില്ല. പക്ഷേ ഞാൻ ഒട്ടും പിന്നിലല്ല കേട്ടോ. മധുരമുള്ള കറികളൊക്കെ ഞാൻ നന്നായിട്ട് തട്ടുവേ. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കറിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒന്നിനെ നമ്മൾ വെറുതെ വിടത്തില്ലല്ലോ. പക്ഷേ ഈ മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ കൂട്ടിച്ചോറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞപ്പോഴും ഞാൻ അത് മടി കൂടാതെ ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ വക ഒരു ഡെക്കറേഷനായിട്ട് ഒരു കറിവേപ്പിലയും വെച്ച് ഞാൻ. പിന്നെ ഉച്ചയായപ്പോൾ ചോറും മാമ്പഴപ്പുളിശ്ശേരി വിതറി ഞാൻ. കാരണം എൻ്റെ ഫേവറേറ്റ് ഞാൻ വിടാറില്ല. പിന്നെ അവിയലും. ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് വെജാണ് ഇന്ന്. പിന്നെ എൻ്റെ അടമാങ്ങ അച്ചാർ, അത് വിട്ടൊരു കളിയില്ല. അത് തീർന്നു കേട്ടോ. ഇന്നത്തോടുകൂടി അതിനൊരു തീരുമാനമായി. പാത്രം വടിച്ചാണ് ഞാൻ എടുത്തത് അച്ചാർ. അതൊക്കെ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ച് കഴിച്ചോട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു മാമ്പഴം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നൊരു സീനുണ്ട്. സീനല്ല, ഒരിതുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.